കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് 3.25 ലക്ഷത്തോളം ഭക്തരാണ്. ഇന്നലെ 63,000-ലേറെ പേർ ദർശനം നടത്തി. വരുമാനത്തിൽ 5 കോടിയോളം വർധനയുണ്ട്. സജീവ് സി വാര്യർ ചേരുന്നു ശബരിമലയിൽ നിന്നും. സജീവ്, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ വലിയ തിരക്ക് ഈ മണ്ഡലകാലത്ത് ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല തോതിലുള്ള തീർത്ഥാടകരുടെ പ്രവാഹമാണ് ശബരിമലയിലേക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 3,74,071 പേരാണ് മല കയറിയത്. ഇന്നലെ 63,043 പേർ ദർശനം നടത്തി. എന്നാൽ പ്രതീക്ഷിക്കുന്ന 70,000 പേർ വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴി 10,000 പേരും അടക്കം 80,000 പേർ ഓരോ ദിവസം വരണം എന്നുള്ളതാണ്, അവർക്ക് സൗകര്യമൊരുക്കും എന്നുള്ളതാണ് ദേവസ്വത്തിന്റെയും പോലീസിന്റെയും നിലപാട്. എന്നാൽ അത്രയും ആളുകൾ എത്തുന്നില്ല. കാരണം സ്പോട്ട് ബുക്കിംഗ് കുറയുകയും വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയ ആളുകൾ ക്യാൻസൽ ചെയ്യാതെ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ സ്പോട്ട് ബുക്കിംഗ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ദേവസ്വം അധികൃതർ ആവശ്യപ്പെടുന്നത്. പരമാവധി ആളുകൾക്ക് വരാവുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെയൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലെയും മിനിയാന്നും 63,000-64,000 പേര് മാത്രമാണ് മല കയറിയത്. ആ സാഹചര്യത്തിൽ വളരെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. ഈ 70,000-ൽ പരം 75,000 പേർ വന്ന ദിവസം പോലും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടില്ല. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ശബരിമലയിൽ ഇപ്പോൾ ദർശനം സാധ്യമാകുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് ചോറൂണിന് വേണ്ടി വന്നിരിക്കുന്ന തീർത്ഥാടകരാണ്. ചോറൂൺ നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന തീർത്ഥാടകരാണ്. അവരോടൊന്ന് സംസാരിക്കാം. എന്താണ് പേര്? ജയൻ. എവിടുന്നാണ് വരുന്നത്? ഞങ്ങള് എറണാകുളം. ചോറൂണിനാണ്? അതെ, ചോറൂണുണ്ട്. നേരത്തെ ബുക്ക് ചെയ്തിട്ടാണോ വരുന്നത്? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം ബുക്ക് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം. എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഇങ്ങോട്ടുള്ള? വളരെ സുഖമായിരുന്നു. തിരക്കൊന്നും കിടാതെ നേരെ നടപ്പന്തലിലെത്തി 18-ാം പടി കയറി സുഖമായിട്ട് കഴിഞ്ഞു. മോൾക്ക് സുഖമായിരുന്നു വരാൻ? ഞങ്ങൾക്ക് ഇത് 12 വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ്. അപ്പൊ ഇവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു, നേർച്ച ഉണ്ടായിരുന്നു. എല്ലാ വർഷവും വരാറുണ്ട്. പ്രാർത്ഥന. അപ്പോൾ നമ്മള് ഈ കയറുന്ന വഴിയിൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നോ? ഉണ്ട്, ഒരുക്കിയിരുന്നു. സംസാരിക്കാമോ? സ്വാമി ശരണയ്യപ്പ പറയാമോ? ശരണം പിടിക്കും. സ്വാമി ശരണയ്യപ്പ എന്ന് പറഞ്ഞു. ഈ തരത്തിൽ കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് ചോറൂൺ നടക്കുക. ഇപ്പോൾ പ്രദർശനത്തിന് ശേഷം ഉഷപൂജ പൂർത്തിയാകും. മോഹൻദാസ്, മങ്ങാട് കുന്നോളം. ഇന്നലെ രാത്രി ഇന്നലെ ദർശനം നടത്തി. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര സുഖമായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നേരത്തെ നേർന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ചാച്ചനാണ്, അമ്മയുടെ അച്ഛനാണ്. അപ്പോൾ മുമ്പ് വരാൻ പറ്റിയില്ല. കൊറോണ സമയത്തൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ആ ചടങ്ങ് നടത്തുകയാണ്. നടന്നിട്ട് എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി നടന്നു വരാൻ മല കയറുമ്പോൾ കാലൊക്കെ വേദനിച്ചോ? ഇല്ല, സുഖമായിട്ട് കയറി. ശരണം വിളിക്കുമോ? സ്വാമി ശരണം വിളിക്കുമോ? സ്വാമി ശരണം. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വരുന്നില്ല. എപ്പോഴും ഒരു 10-15 പേരാണ് ഓരോ ദിവസവും ഇപ്പോൾ കാണുന്നത്. ഇവിടെ 12ാം നാൾ ഉത്സവത്തിന് ശേഷം, മോച്ചറയ്ക്ക് ശേഷം ആണ് ഇവിടെ കൂടുതൽ ആളുകൾ എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 12 ദിവസം കഴിയുമ്പോഴാണ് കൂടുതൽ തീർത്ഥാടകർ എത്തുക. വിനോദ്, വെഞ്ഞാറമൂട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്. ചോറൂണ് നേർച്ച 13 കൊല്ലത്തിന് ശേഷം മോളെ കിട്ടിയിരുന്നു. നേരത്തെ നേർച്ച ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കിട്ടുമ്പോൾ ഇവിടെ ഒന്ന് നേർച്ച ചെയ്യാൻ ചോറൂണ്. എത്ര വർഷമായിട്ട് മലയ്ക്ക് വരുന്നുണ്ട്? എനിക്കൊരു 8 വയസ്സ് മുതൽ വരുന്നുണ്ട്. എനിക്ക് 46 വയസ്സായി വരുന്നുണ്ട്. മുടങ്ങാതെ വന്നിരുന്നോ? മുടങ്ങാതെ വരാൻ പറ്റില്ല. ഗൾഫിലൊക്കെ ഇരുന്ന് മുടങ്ങാതെ വരാൻ പറ്റിയില്ല. എപ്പോഴും വരുന്നത് ഈ തീർത്ഥാടന കാലത്താണോ അല്ലെങ്കിൽ മാസപൂജയ്ക്ക്? നമ്മള് പുൽമേട് വഴിയൊക്കെ വരും, വിളക്ക് കാണാൻ വേണ്ടി വരും. അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വരും. മോളെ പേര് അവിനു.
ഈ നേരത്തെ ബുക്ക് ചെയ്താണോ വന്നിട്ടാണോ ബുക്ക് ചെയ്യുന്നത്? ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എങ്ങനെയാണ് ബുക്കിംഗ് പ്രൊസീജിയർ എന്താണ്? അത് നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന് ഇവിടെ ടോക്കൺ എടുത്ത് ഇന്ന് രാവിലെ 8 മണിക്ക് ഉഷപൂജയും കഴിഞ്ഞ് ചോറ് നിവേദ്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തിരുമേനി. അശ്വതി, ഇങ്ങനെ കുട്ടികളെ കാണാമല്ലോ. അവർ നേരത്തെ നേർച്ച നേർന്ന ആളുകളാണ്. നേർച്ച ഉണ്ട്. ആ നേർച്ച പ്രകാരമാണ് അവർ ശബരിമലയിലേക്ക് എത്തുന്നത്. മണികണ്ഠൻ, എവിടുന്നാ? കായംകുളം. ചോറിന് വേണ്ടിയാണ്? ചോറൂണിനുണ്ട്, മോനി ചോറൂണിനുണ്ട്. കഴിഞ്ഞ വർഷം നേരത്തെ നേർന്നാണോ? നേരത്തെ നേർന്നായിരുന്നു. കോവിഡ് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഇപ്പൊ 5 വയസ്സായി. നേരത്തെ വരാറുണ്ടോ? എല്ലാം വരാറുണ്ട്. അങ്ങനെ പിന്നെ ചോറ് കൊടുക്കാനായിട്ട് ഇന്ന് മണ്ഡല മകരവിളക്ക് കാലത്ത് തന്നെയാണോ വരാറ്, അല്ലെങ്കിൽ മറ്റു മാസങ്ങളിലേക്കാണോ? ചില മണ്ഡല മാസത്തിലാണ് വരാറുള്ളത്. കൃത്യമാസത്തിൽ. ഇപ്രാവശ്യം യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്കുണ്ടായിരുന്നോ? നല്ല സുഖ ദർശനമായിരുന്നു. യാത്രയെങ്കിലും തിരക്കൊന്നുമില്ലായിരുന്നു. അത്രയ്ക്ക് രാവിലെ വന്ന ഉടനെ തന്നെ ദർശനം കണ്ടു. മോന് നന്നായി തൊഴാൻ പറ്റുമോ? നല്ല നമുക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റി. മോനാണ്. ഈ തരത്തിലാണ് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ. ശരി, ഇപ്പോൾ അല്പസമയത്തിനകം ചോറൂൺ ചടങ്ങൊക്കെ ആരംഭിക്കും. അതിനുശേഷം ഉഷപൂജയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങുകൾ നടക്കുക. ഏതായാലും തീർത്ഥാടകരുടെ എണ്ണം കൂടുതലാണ്. നിലവിൽ 12ാം നാളിന് ശേഷം കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ദേവസ്വം അധികൃതർ നൽകുന്ന അവരുടെ അപേക്ഷ. ശരി, സജീവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അദാനിക്ക് അമേരിക്കയിൽ കുരുക്കായി വഞ്ചനാ തട്ടിപ്പ് കേസുകൾ.